എന്താ മോനെ നീ മടിച്ചു നിൽക്കുന്നേ? ദാ ചായ കുടിക്കേ. എനിക്കാണോ? നിനക്ക് തന്നെയാ. ദാ ചായ കുടിക്കേ. ഞാനെന്താ പെട്ടെന്ന് ചായയൊക്കെ കൊണ്ടുവരുന്നേന്ന് അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? ഞാൻ കുറെ ആലോചിച്ചു. അപ്പൊ തോന്നി ഈ ചെറിയ ജീവിതത്തില് വഴക്കും വൈരാഗ്യമൊക്കെ എന്തിനാന്ന്. പിന്നെ എനിക്കിത്രയും പ്രായമൊക്കെ ആയില്ലേ, എപ്പോഴാ എന്തെങ്കിലും അസുഖം വരുന്നെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. മരിച്ച് ഈ ലോകം വിട്ടു പോകുമ്പോ നമ്മളീ വഴക്കടിച്ച് നേടുന്നൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്താണെങ്കില് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ ഭാഗ്യമെന്ന് പറയാം. നമ്മുടെ ജീവിതം പോലും നമ്മുടെ കയ്യിലല്ല. പിന്നിപ്പോ ആരോടും പകയും ദേഷ്യം തോന്നിയിട്ടും വഴക്കുണ്ടാക്കി ഇരുന്നിട്ടും എന്താ കാര്യം? ആ നോക്കി നിൽക്കാതെ ചായ കുടിക്കും മോനെ. താങ്ക്സ് ആന്റി. താങ്ക്സ് ഒന്നും വേണ്ട, ഞാൻ അന്യൊന്നും അല്ലല്ലോ. പ്രായം കൊണ്ട് നോക്കുമ്പോ ഞാൻ നിന്റെ അമ്മയെ പോലെയാ. കിരൺ ഇനി മുതൽ എന്നെ അമ്മയെന്ന് വിളിച്ചാ മതി. എനിക്ക് നീ ഇപ്പൊ എന്റെ പൃഥ്വിമോനെ പോലെ തന്നെയാ. സത്യമായിട്ടാണോ പറയുന്നത്? അതെ മോനെ, നിന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ചപ്പോഴാ നിന്റെ വിഷമം എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് നീ ഇനി എനിക്കെന്റെ മൂത്ത മോന, എന്റെ പൃഥ്വിയുടെ ചേട്ടൻ. അത് മാത്രമല്ല കിരൺ, നീ എന്നോട് ക്ഷമിക്കണം. നീയും ദുർഗ ഇവിടെ വന്നത് മുതൽ ഞാൻ നിന്നെ ദ്രോഹിക്കുക ചെയ്തിരുന്നത്. അയ്യോ ആന്റി, അതൊക്കെ എന്റെ അറിവുകേടായി കണ്ട് മോൻ എനിക്ക് മാപ്പ് തരണം. അയ്യോ അങ്ങനൊന്നും പറയരുത്. എനിക്ക് ദേഷ്യമൊന്നുമില്ല. അയ്യോ അത് മറന്നു, ഞാൻ ഇപ്പൊ വരാം മോനെ. എന്തു പറ്റി? എന്താ അമ്മേ? അത് പിന്നെ പൃഥ്വിയുടെ അച്ഛൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് ഈ ഫയൽ ഒപ്പിട്ട് വാങ്ങിക്കണം. അത് ഞാൻ മറന്നു. അടുക്കളയിലാണെങ്കിൽ 100 കൂട്ടം പണികളാ. മോൻ ഇതൊന്ന് ഒപ്പിട്ട് വാങ്ങാം. ദാ